ആന്റി 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 നേരത്തെ അങ്ങനെ പറഞ്ഞല്ലേ? അതെ അതെ, അതുള്ളതന്നാ. അതെന്റെ വല്യപ്പൻ എഴുതിയ കുടുംബചരിത്രത്തിലുണ്ട്. കുന്തക്കാലി, കോന്ത്രംവല്ലി, കോങ്കണ്ണി, ആരാ വേലയ്ക്ക് നിന്ന് ഇന്ന് അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ആഹാ. അടിച്ചത് ചിരവുകൊണ്ടായിരുന്നു. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എന്റെ ബലമായ സംശയം പൂർവ്വവൈരാഗ്യമാണെന്നാ. ഭവനഭേദനം, പിടിച്ചുപറി, പണാപഹരണം, വധശ്രമം എന്നിവയുടെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിലും ചേട്ടൻ ഭയപ്പെടണ്ട. വക്കീലിന്റെ ചാർജ് കേൾക്കുമ്പോ ഭയപ്പെട്ടോളൂ. മുൻകൂർ ജാമ്യം എടുക്കണം. കോർട്ട് ഫീ, നോട്ടീസ് ഫീ, സ്റ്റാമ്പ്, അച്ചടി, കിച്ചടി, പത്രിക, വക്കീൽ ഫീസ്, ഇങ്ങനെ മൊത്തം 10,000 രൂപ ചെലവ് വരും. മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ 2 മാസത്തേക്ക് കോടതി അവധിക്ക് വെച്ചു. ഇനി പിന്നെ എന്നാ ചെയ്യാനാ? ഏത് സമയത്തും അറസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് വളരെ സുരക്ഷിതമായൊരിടത്ത് തൽക്കാലം ഒളിച്ചു കഴിയേണ്ടി വരും. ചേട്ടത്തിയുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയില്ലെങ്കിൽ പോലീസ് പൊക്കും. ആര് വന്ന് ചോദിച്ചാലും അവള് 10,000-നകത്തില്ലെന്ന് പറഞ്ഞേക്കണം കേട്ടോടാ. നിങ്ങൾ പേടിക്കാതെ നിൽക്ക്. അറസ്റ്റ് ചെയ്താലും ആ നിമിഷം നമുക്ക് ജാമ്യത്തിലിറക്കാം. പിന്നെ ജാമ്യത്തുകയായി ഒരു 5,000 രൂപ കൂടുതൽ തരേണ്ടി വരും. വക്കീലെ, കാശ് തന്നാ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണോ? അതെന്ത് ചോദ്യവാ? ഞാനല്ലേ പറയുന്നത് ജാമ്യം കിട്ടും. എടി, ഇന്ന് ആവശ്യമുള്ള കാശ് ആദ്യം വാടക കൊടുക്ക്. പിന്നെ പീടിക, പാൽക്കാരൻ, മീൻകാരി, ബാർബർ എല്ലാവരുടെയും കണക്ക് തീർത്തേക്ക്. ഞങ്ങളുടെ കമ്മീഷനും കൂടെ തന്നേര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേട്ടാ, ജാമ്യം കിട്ടാനേ ഒരു 5,000 രൂപ കൂടി അധികമാവുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. അവക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വകുപ്പ് വല്ലതും ഉണ്ടോ? കാശിന്റെ കാര്യം പ്രശ്നമല്ല.